ഞങ്ങളിന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു ആകാംക്ഷയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. എന്നാൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ വൈകാറായപ്പോഴത്തേക്ക് വിവരങ്ങൾ അറിഞ്ഞെങ്കിലും അപ്പനോടും അമ്മയോടും പറയാനുള്ള ഒരു വലിയ പ്രയാസം ഞങ്ങൾ കുറേ സമയങ്ങൾ പോയി. അവസാനം ഇളയ മോന് സ്റ്റെഫിൻ്റെ അനിയൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം അവരെല്ലാവരും അനിയൻ ലാസ്റ്റ് പറഞ്ഞു പപ്പായോടും മമ്മിയോട് പറയാൻ പറഞ്ഞു. പക്ഷെ പറയാനൊരു വിഷമം, കാരണം അവരത്രയ്ക്കൊരു പിന്നെ എന്താ ഇപ്പോൾ അമ്മയും അച്ഛനും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? ഇവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. എപ്പോഴേക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവിടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ബോഡി മിക്കവാറും ശനിയാഴ്ച വരുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. സ്വന്തം വീടല്ലല്ലോ, സ്വന്തം വീട് ഇത് വാടകയ്ക്കാണ്. അവരിപ്പോൾ വസ്തു മേടിച്ച് വീട് വെച്ച് ഇവിടെ MG സ്കൂളിൻ്റെ അടുക്കൽ. അതിൻ്റെ പണി മിക്കവാറും എല്ലാം തീർന്നു വരിക. ഇപ്പം അടുത്ത മാസം അവസാനത്തോടെ സ്റ്റെഫിൻ വരാനായിരുന്നു. സ്റ്റെഫിൻ വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ കയറി താമസവും വിവാഹവും ഒക്കെ നടത്തണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചിരുന്നു? വിവാഹം എല്ലാം ഒരു ധാരണയിലെത്തിയതാണ്. എങ്ങനെയായിരുന്നു? ഇവിടെ തന്നെയല്ലേ പഠിച്ചത്? ആറിറ്റിലായിരുന്നു പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെയാണ് പഠിച്ചിരുന്നത് കുട്ടികൾ. അവർ കൊച്ചു പിള്ളേരായിട്ട് ഇവിടെ ഇവർ ബേസിക്കലി അയ്മനങ്കരാണെങ്കിൽ ബിസിനസ്സോട് ബന്ധത്താണ് ഇവിടെ വന്ന് സെറ്റിലായത്. അതിന് ഞങ്ങളുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. യൂത്ത് ആക്ടിവിറ്റീസ്, സഭയുടെ സകല കാര്യം, കീബോർഡിസ്റ്റ് ആയിരുന്നു. അതുപോലെ യൂത്ത് ആക്ടിവിറ്റീസ്, VBS, സകല കാര്യങ്ങളിലും വളരെ മുമ്പിലുണ്ടായിരുന്നു. തന്നെയല്ല, വളരെ ഹെൽപ്പിംഗ് ഫാമിലിയായിരുന്നു. ഇല്ല, ഒരു കുടുംബമായിട്ട് തന്നെ അങ്ങനെ അനേകർക്ക് ഒരു ആശ്വാസവും സന്തോഷവും, സഭയ്ക്കും ആർക്കും എന്തെങ്കിലും കാര്യമുണ്ട് അവിടെ എല്ലാം ഓടിയെത്തുന്ന